ഈ കരിങ്കൽ കോറി നിർത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അന്നൊരു 80ഓളം തൊഴിലാളികളുണ്ട്. ഇവരെന്ത് ചെയ്യണം ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ആലോചിച്ചപ്പോൾ ജ്വല്ലറി തുടങ്ങിയാലോ, അല്ലെങ്കിൽ മില്ല് തുടങ്ങിയാലോ, പലചരക്ക് ഏത് വിഷയത്തിലേക്ക് ഞങ്ങൾ പോയാലും ഒരു 10-15 ജീവനക്കാരാണ് നിയമിക്കാൻ പറ്റും. ബാക്കി ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ പിന്നെ ഞാൻ ചെറുപ്പം തൊട്ടേ ഈ ചെടികളോടും പൂക്കളോടും മരങ്ങളും, എനിക്ക് മാംഗോസ്റ്റ് കായ്ച്ചിട്ടുണ്ട്, സിന്ദൂരം. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലും നന്നായിട്ട് മാവും മൂച്ചി വിലാവും ഒക്കെ വെറൈറ്റി എല്ലാം ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഇതിനെ പറ്റി ചിന്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതൊരു നല്ല അഭിപ്രായമാണ്. ഇത് ചെടി, മാവ്, പൂവ്, മറ്റേത് മറിച്ച് ചിക്കു ബട്ടറും ഒക്കെ ഉണ്ടാക്കിയാൽ അത് മനുഷ്യനും നന്നു, ജോലിക്കാർക്ക് ജോലിയായി. പിന്നെ ഇയാളൊരു സഹകരണ ബാങ്ക് സെക്രട്ടറി ആയിരുന്നു. അപ്പൊ സഹകരണ രംഗത്ത് കൃഷിയെപ്പറ്റി, കൃഷിക്കാരെ പറ്റി ഒക്കെ ഇയാൾക്കും അതിനെപ്പറ്റി നല്ല അറിവുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞപ്പോ പിന്നെ അതിങ്ങനെ കൂട്ടി ഇപ്പൊ ഏതായാലും ഒരു 10-16 ഏക്കറോളം നഴ്സറി ആയി മാറ്റിയിട്ടുണ്ട്. അത് മാത്രല്ല ഇപ്പൊ ഞങ്ങള് മേലാറ്റൂര് ഞങ്ങളൊരു ബ്രാഞ്ച് ഉദ്ഘാടനം കഴിഞ്ഞു. ഇനി ഞങ്ങള് തൊഴിലാളികൾക്ക് വേണ്ടി ഞങ്ങള് ഒരു കമ്മ്യൂണിസ്റ്റുകാരൂടിയാണ്. പട്ടിണി ഇല്ലാതൊക്കെ വിദ്യാഭ്യാസം, ചികിത്സ, പാർപ്പിടം, ഭക്ഷണം, വസ്ത്രം ഒക്കെ ഇന്ത്യ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഉണ്ടാകുക എന്നുള്ള നയം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങള്.